എല്ലാവർക്കും ഡ്രോയിങ് ബോർഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇതാക്കുന്നത് പേപ്പർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ആക്കാൻ തുടങ്ങിക്കാലോ. അപ്പോൾ നമുക്ക് ആക്കാം. അപ്പോൾ മച്ചന്മാരെ എന്താ വേണ്ട അറിയോ? നിങ്ങൾക്കൊരു പെന്ന് വേണം, പിന്നെ ഒരു പെൻസിൽ വേണം, പിന്നെ ഒരു ടാപ്പ് വേണം. പിന്നെ ടാപ്പെല്ലാം നമുക്ക് പശ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിതാ കത്രിക എടുക്കാം, പിന്നെ ഒരു സ്കെച്ച്. അപ്പോൾ നമുക്ക് ആക്കാൻ തുടങ്ങിയാലോ? അപ്പം ഫസ്റ്റ് തന്നെ ഈ പേപ്പറില്ലേ കത്രിക കൊണ്ട് കുറിക്കാം, ഒരു പീസാക്കാം നമുക്ക്. അപ്പം ഗൈസ് ഇതാ നമ്മളൊരു പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു മടക്കം നമുക്ക് ഇങ്ങനെ മടക്കാം. അപ്പം ഗൈസ് മടക്കിയിട്ട് ഞാൻ അതിനകത്ത് പശയില്ല, പക്ഷെ ടാപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നേ. ഗൈസ് ഞാൻ ടാപ്പ് ഒട്ടിക്കുകയാണ്. അപ്പം ഗൈസ് ഞാൻ ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ടാപ്പ് ഒട്ടിക്കണം. ടാപ്പ് ഒട്ടിക്കാൻ സുന്ദര കുട്ടപ്പനാക്കട്ടെ. ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇവിടുന്ന് ഇങ്ങനെ പിടിക്കാം, കുത്താം. ആരും കുത്തേക്കല്ലേ, ആരും ഞാൻ വെറുതെ പറഞ്ഞാൽ ആരും കുത്തിയേക്കല്ലേ. ഇത് മറ്റേ ഡ്രോയിങ് ബുക്കിനാണ് കേട്ടോ. നമുക്ക് കത്തിയാളിനെ ഇതാക്കിയാലോ, വാളിനെ പറ്റിയ സാധനല്ലേ അതാക്കിയാലോ നമുക്ക്. ഇതാ ഇതിങ്ങനല്ലേ, ഇതിങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്ക, ഇത് ഇങ്ങനെ മടക്കി കൊണ്ട് പോവാം. ചിലേ വീടിങ്ങനെ ഇതാക്കണം, വീട് സൈഡ് മുറിക്കണം. നമുക്ക് ഡിസൈനെ കുറിച്ച് കാണിച്ചു തരാം. ടാപ്പ് മുറിക്കുകയാണ്. അപ്പം ഗായ്സ് ഞാൻ ടാപ്പ് മുറിച്ച് ഇതിനാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യേണ്ട അറിയാം, വീടിന് കുറച്ച് ടാപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഗായ്സ് നമുക്കിതാ ആക്കാൻ കുറച്ചൊരു പാട് കിട്ടിയിട്ടുണ്ട്. പാട് വല്ലാണ്ടൊരു പാടാണ്, ടഫിലെ പണിയാണ്. ടാപ്പാക്കി ഇഷ്ടപ്പെടട്ടെ, പക്ഷെ സൂപ്പർ കൊണ്ടെങ്കിൽ ഇങ്ങനെ സൂപ്പർ പൊട്ടിച്ചോട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൈയോട്ടാണ് നോക്കണേ, ഇത് കുറച്ചുണ്ടാവും. ആണെങ്കിൽ 100 രൂപ വാങ്ങിക്കാം. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യേണ്ട പണി നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്ക് വാള് വേണ്ടേ. ഇത് ഈസി ആട്ടാ, വേഗാക്കും. 30 മിനിറ്റ് കൊണ്ട്, 30 അല്ല, ഒരു 15 അങ്ങനത്തെ മിനിറ്റ് നമുക്ക് ആക്കാം. പക്ഷെ ഞാനിത് ഒരു ഇതിനോണ്ട് ആക്കുന്നത് 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആക്കുമ്പോൾ ഇത് ഒട്ടിക്കുക. പക്ഷെ ഏറ്റവും സുഖം സൂപ്പർ പോലും എന്താ അറിയാം. പക്ഷെ ടാപ്പ് ഒട്ടിക്കുമ്പോഴേ ഇങ്ങനെ കീറുമ്പില്ലേ, നല്ല ഇത് വേണം, നല്ല മൂർച്ചിയുടെ കത്രിക വേണം. അത് വച്ചോ, പിന്നെ ഒന്നാമത് ഇങ്ങനെ ചുറ്റിയാൽ. അപ്പോൾ ഇതാ ഗൈസ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നാമതോ എല്ലാവരും അങ്ങനെ ഫസ്റ്റത്തെ വീഡിയോ കാണണേ. ഗൈസ് എൻ്റെ വാളായിട്ടുണ്ട്, വാളിതാന്നേ. പിന്നെ ഇതാ ഗൈസ് സ്റ്റാറ്റസ് ആണ് എൻ്റെ
ഷോർട്സ് ആണ്, സോറി ഷോർട്സ് ആണ് കേട്ടോ. ഇതാ അപ്പൊ ഇത് നോക്കിയിടാ വാളിന്റെ സാധനം. ഇനി നമുക്കില്ലേ ഒരു സാധനം വെക്കാണ്ട്, നമുക്ക് ആ സാധനം വെച്ചാലോ. അടിപൊളി സാധനം കേട്ടാ, വീണ്ടും ചെയ്യണം. പക്ഷെ കൈ ഒട്ടാനും കൈ മുറിയാതും ഒത്തിരി എന്നെ പല നിൽക്കണ്ടട്ടാ. മാസാനം ആക്കുകയാണേ. ആസാനം ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ് ഞാൻ ഫിറ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് കഷ്ണം ടാപ്പ് ഇട്ടുണ്ട്. ടാപ്പ് കുറിച്ചിട്ട് വീഡിയോ ചെറിയൊരു പോസ് ചെയ്യും. ടാപ്പ് കുറിച്ചിട്ട് വല്ലാണ്ട് ഒരു പാട്. അപ്പം ഗൈസ് നമ്മളിതാ സാധനം ആക്കിയിട്ടുണ്ട്, ടാപ്പ് ചുറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് ഇത് ഒട്ടിക്കട്ടെ ഗൈസ്. ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇത് കഷ്ടം ടാപ്പ് എടുത്താൽ മതി, ഇത്ര മതി. ഇല്ലേ എടുത്തിട്ടില്ലേ? ഫസ്റ്റ് ഒട്ടിക്കാം. പാടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒട്ടിക്കണം. ചെറിയൊരു ഒട്ടിക്കല് വെച്ചാൽ മതി. എന്നിട്ട് ഈ അടുത്ത പീസ് ടാപ്പ് എടുക്കാം. പാടറിയോ? ഇങ്ങനത്തെ പാട് ഗൈസ്. എൻ്റെ കത്തിയാളായിട്ടുണ്ട്. ഇതാ ഗൈസ് എൻ്റെ ഔട്ട്പുട്ടേ. ഇതാ ഗൈസ് ഒച്ചിട്ട് നാളില്ലേ അവനെടുക്കുന്ന കത്തിയാണ്. ഔട്ട്പുട്ട് ലാസ്റ്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.